ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 20-ാം ഭാഗം. അമേ നാരായണ. ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയുടെ 319-ാം നാമം രാമ. രാമൻ എന്നാൽ ഒരു പേരല്ല എന്നും അത് ബഹുമാനസൂചകമായ ഒരു പദവി തന്നെയാണ് എന്നും പറയുന്നു. ശ്രീരാമൻ്റെ ജനന സമയത്ത് ആ കുഞ്ഞിനെ കണ്ട് അനുഗ്രഹിക്കാനായിട്ട് അവിടെ എത്തിയ വസിഷ്ഠ മഹർഷിക്ക് താൻ ജീവിതത്തിലുടനീളം ധ്യാനനിരതനായിട്ടും പൂജാതികർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടും ലഭിക്കാതെ പോയ അവാച്യമായ വർണ്ണനാതീതമായ ഒരു ആനന്ദം ലഭിക്കുകയും തൻ്റെ മുന്നിലെത്തുന്നവരെ ആനന്ദം നൽകി അനുഗ്രഹിക്കുന്നവൻ എന്നർത്ഥത്തിൽ ആ കുഞ്ഞിന് രാമൻ എന്നു പേര് നൽകി എന്നുമാണ് പറയുന്നത്. ഇവിടെ ശ്രീ ലളിതാ ത്രിപുര സുന്ദരി ദേവിയെ മനസ്സറിഞ്ഞ് വിളിക്കുന്ന ഭക്തന് അവാച്യമായ ആനന്ദം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അതിനാൽ ദേവിയെ രാമ എന്ന് വിളിക്കുന്നു. ഭക്തൻ്റെ ഹൃദയത്തിൽ ലീലകളാടുന്നവൾ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ദേവിയെ രാമ എന്ന് വിളിക്കുന്നത്. ദേവിയുടെ 320-ാം നാമം രമണലമ്പട. വെങ്കിടരമണ എന്ന് വിളിക്കുന്നത് വെങ്കടേശ്വരനായ ശിവനെയാണ്. ശിവഭഗവാന്റെ പത്നി എന്നർത്ഥത്തിൽ ശ്രീലളിതാ ത്രിപുര സുന്ദരിയെ രമണലമ്പട എന്ന് വിളിക്കുന്നു. 321-ാം നാമം കാമ്യ. ആർക്കും ആഗ്രഹം തോന്നുന്നവൾ, ആർക്കും എത്തിപ്പെടാനുള്ള മോഹം ജനിപ്പിക്കുന്നവൾ. ദേവിയുടെ സ്വരൂപവും സ്വഭാവവും ആരെയും ആകർഷിക്കുന്നതാണ്. അതിനാൽ ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയെ കാമ്യ എന്ന് വിളിക്കുന്നു. 322-ാം നാമം കാമകലാരൂപ. ശ്രീവിദ്യാതന്ത്രത്തിലും ശാക്തേയ ആരാധനയിലും കാമകല എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ശിവശക്തി സംയോഗത്തിലൂടെ പ്രകൃതിയും പുരുഷനും ചേർന്ന് സൃഷ്ടിക്ക് വഴിയൊരുക്കുക എന്നതിന് അടിസ്ഥാനമാണ് കാമകല എന്ന് പറയുന്നത്. സൃഷ്ടിക്ക് ആധാരമായ ദേവിയെ കാമകലാരൂപ എന്ന് വിളിക്കുന്നു. ഇതുമാത്രമല്ല 64 കാമകലകൾക്കും അധിപതി എന്ന അർത്ഥത്തിലും ദേവിയെ കാമകലാരൂപ എന്ന് വിളിക്കാം. വാത്സ്യായനൻ്റെ കാമസൂത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള 64 കാമകലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഗാനം, സംഗീതം, വീണവായന മുതലായവ. 2. പദ്യം, മിഴാവ് കൊട്ടുക, മൃദംഗം വായിക്കുക മുതലായവ. 3. നൃത്തം, നർത്തനം, കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി ഇതൊക്കെ. 4. ആലേഖ്യം, ചിത്രരചനയ്ക്കാണ് ആലേഖ്യം എന്ന് പറയുന്നത്. 5. വിശേഷകഛേദ്യം, ഭംഗിയായി പൊട്ടുതൊടുക. 6. താണ്ടൂലക സുമകം, അരിപ്പൊടിയും പൂക്കളും ഉപയോഗിച്ചിട്ടുള്ള ചിത്രവേലയ്ക്കാണ് താണ്ടൂലക സുമകം എന്ന് പറയുന്നത്. വീടിന് മുന്നിൽ കോലം വരയ്ക്കില്ലേ, അതാണെന്ന് തോന്നുന്നു. 7. പുഷ്പാസരണം, പുഷ്പങ്ങൾ കൊണ്ട് ഭംഗിയായി കിടക്കിയൊരുക്കുക. 8. ദശനവസനാംഗം, ചുണ്ടുകളിലും നഖങ്ങളിലൊക്കെ ഭംഗിയായി ചായം തേക്കുക. ഇപ്പോൾ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെല്ലാം ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയുടെ അനുഗ്രഹമുള്ളവരാണ്. 9. മണിഭ്രമികാ കർമ്മം, കിടപ്പറയിൽ തറയിലും ഭിത്തിയിലുമൊക്കെ അലങ്കാരം നടത്തുക. ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനേഴ്സും ലളിതാ ത്രിപുര സുന്ദരിയുടെ അനുഗ്രഹമുള്ളവരാണ്. 10. ശയനരചനം, ഭംഗിയായി കിടക്കിയൊരുക്കുക. 11. ഉദകവാദ്യം, വെള്ളത്തിൽ വാദ്യം കൊട്ടുക. 12. ജലാഘാതം, പീച്ചാങ്കുഴലിൽ വെള്ളം നിറച്ച് വെള്ളം തെറിപ്പിക്കുക. 13. ചിത്രയോഗങ്ങൾ, ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തലമുടിക്ക് ചായം നൽകുന്നതിനാണ് ചിത്രയോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഹെയർ ഡ്രസ്സേഴ്സും ദേവിയുടെ അനുഗ്രഹമുള്ളവർ തന്നെ. 14. മാല്യഗ്രഹണം, വിവിധ തരത്തിൽ മാല കെട്ടുന്നതിനുള്ള സാമർഥ്യം. 15. ചൂടാമണി യോജനം, തലമുടി ഭംഗിയാക്കുക. ചൂടാമണിയും പൂക്കളും വെച്ച് ഭംഗിയാക്കലാണ് ചൂടാമണി യോജന. 16. നേപഥ്യം, കാലാവസ്ഥയനുസരിച്ച് വസ്ത്രങ്ങൾ മോടി പിടിപ്പിച്ച് ധരിക്കുക. ഇപ്പോൾ നമ്മുടെ ഡിസൈനേഴ്സ്, ബൂട്ടിക്കുകളൊക്കെ നടത്തുന്നവരും ശ്രീ ലളിതാ ത്രിപുര സുന്ദരിക്ക് പ്രിയങ്കരർ തന്നെ. 17. കർണപത്രം, ശംഖ്, കൊമ്പ് തുടങ്ങിയവ കൊണ്ട് കർണാഭരണം ഉണ്ടാക്കി അണിയലാണ് കർണപത്രം എന്ന് പറയുന്നത്. 18. ഗന്ധയുക്തി, ചന്ദനക്കൂട്ട് ഉണ്ടാക്കലും അത് പുരട്ടലും. 19. ഭൂഷണയോജന, നല്ല ആഭരണങ്ങൾ നിർമ്മിക്കുക.
20 ഐന്ദ്രജാലികം, ലളിതമായ ഇന്ദ്രജാല വിദ്യകൾ പരിശീലിക്കുക. 21 കൗജുമാരകം, ഭർത്താവിനെ വശീകരിക്കാനുള്ള മന്ത്രവിദ്യയാണ് കൗജുമാരകം. 22 ഹസ്തലാഘവം, കൈകൾ കൊണ്ട് വളരെ വേഗത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യുക. 23 ഭക്ഷ്യക്രിയ, നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള പരിശീലനം. 24 പാനകാദി യോജനം, അരിഷ്ടങ്ങളും രസനദ്രവ്യങ്ങളും ഉണ്ടാക്കലാണ് പാനകാദി യോജനം. 25 സൂചീവാനം, തുന്നൽ പണി. അപ്പോൾ നമ്മുടെ ഡിസൈനേഴ്സും ടൈലേഴ്സും ഒക്കെ ദേവിക്കേറെ പ്രിയപ്പെട്ടവരാണ്. 26 സൂത്രക്രീഡ, കുഴലിൽ ചരട് കെട്ടി രണ്ടറ്റത്തിരുന്ന് സംസാരിച്ച് രസിക്കുക. അത് പണ്ട് സ്കൂളിൽ ചെയ്തിരുന്നു. 27 വീണാവാദ്യം, വീണ വായിക്കാനുള്ള പരിശീലനം. 28 പ്രഹേളിക, പഴഞ്ചൊല്ലുകളും കടങ്കഥകളും ഒക്കെ പറയാനുള്ള കഴിവാണ് പ്രഹേളിക. 29 പ്രീതിമാല, ശ്ലോകങ്ങൾ ചൊല്ലി ആന്തരാർത്ഥം മനസ്സിലാക്കി രസിക്കൽ. 30 ദുർവാചകം, ഉച്ചരിക്കാൻ പ്രയാസമായ വിധത്തിൽ വാചകങ്ങളെ കൂട്ടിച്ചേർക്കലാണ് ദുർവാചകം. 31 പുസ്തകവാചനം, കവിതകൾ വായിച്ച് രസിപ്പിക്കലാണ് കേട്ടോ പുസ്തകവാചനം. 32 നാടക ദർശനം, നാടകം പോലെയുള്ള സാഹിത്യകൃതികൾ എഴുതലാണ് നാടക ദർശനം. നമ്മുടെ എഴുത്തുകാരും തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹമുള്ളവരാണ്. 33 സമസ്യാപൂരണം, സമസ്യകൾ പൂരിപ്പിക്കൽ. 34 വേത്രവാനം, എന്നാൽ ചൂരൽ മെടഞ്ഞ് കസേര ഉണ്ടാക്കലാണ്. കസേര പോലെയുള്ള സാധനങ്ങളൊക്കെ ചൂരലിൽ നിന്ന് ഉണ്ടാക്കലാണ് വേത്രവാനം. 35 തക്ഷകർമ്മം, ആശാരിപ്പണി പോലെയുള്ള കൈവേലകൾ മനസ്സിലാക്കലാണ് തക്ഷകർമ്മം. 36 തക്ഷണം, ശില്പവിദ്യയാണ് തക്ഷണമായിട്ട് പറയുന്നത്. 37 വാസ്തുവിദ്യ. 38 രൂപരത്നം, വെള്ളിയിലും സ്വർണത്തിലുള്ള നാണയങ്ങളുടെയൊക്കെ ഗുണദോഷ വിചിന്തനമാണ് രൂപരത്നം. 39 ധാതുവാദം, രസം ഗന്ധകം മുതലായവ ശുദ്ധി ചെയ്ത് ചേർക്കുക. എനിക്കത് മനസ്സിലായില്ല എന്താണെന്ന്. 40 മണിരാഗകരം, മുത്തുകളും രത്നങ്ങളൊക്കെ ഏതൊക്കെ ഖനികളിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് തിരിച്ചറിയുക. അതാണ് മണിരാഗകരം. 41 വൃക്ഷായുർവേദം, ചമ്പകം, താമ്പൂലലത മുതലായ ചെടികൾക്കുണ്ടാവുന്ന കേടുകൾക്ക് മരുന്ന് നിർദ്ദേശിക്കലാണ് വൃക്ഷായുർവേദം. 42 മേഷകകൂടം, കോഴിപ്പോര്, ആടിനെ കൊണ്ടും കോഴിയെ കൊണ്ടൊക്കെ അംഗം വെട്ടിക്കലാണ് മേഷകകൂടം. 43 ശൂകശാരിക പ്രലാപനം, ഇത് നല്ല രസമുള്ളൊരു പരിപാടിയാണ്. തത്ത പോലുള്ള കിളികളെ കൊണ്ട് സംസാരിപ്പിക്കലാണ്, നമ്മുടെ എഴുത്തച്ഛനൊക്കെ ചെയ്തല്ലോ അതുപോലെ. 44 ഉത്സാദനാദിക കൗശലം, ഉഴിച്ചിൽ, തലോടൽ തുടങ്ങിയവയിലുള്ള പ്രാവീണ്യമാണിത്. 45 അക്ഷരമുഷ്ടികാ കഥനം, അക്ഷരങ്ങളുടെ മുദ്രയനുസരിച്ച് സ്വകാര്യ സംഗതികളെ വെളിപ്പെടുത്തലാണ്. 46 മ്ലേച്ഛിക വികല്പം, അക്ഷരം മാറ്റിമറിച്ച് സംസാരിക്കുക. രഹസ്യങ്ങൾ പരസ്യമായിട്ട് പറയാൻ ഇത് സഹായിക്കത്രേ. നമ്മൾ കൽക്കട്ട ന്യൂസ് എന്ന് പറയുന്ന സിനിമയിൽ മീര ജാസ്മിൻ്റെ കഥാപാത്രം ഇങ്ങനെ അക്ഷരം മാറ്റിമറിച്ച് മറുഭാഷ സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. 47 ദേശഭാഷാ വിജ്ഞാനം, നാട്ടുഭാഷകൾ അറിഞ്ഞിരിക്കലാണ്. 48 പുഷ്പശകടിക, പൂക്കുട്ട നിർമ്മാണമാണ് പുഷ്പശകടിക. 49 നിമിത്തജ്ഞാനം, ശകുനം, ലക്ഷണം ഇതൊക്കെ മനസ്സിലാക്കലാണ്. 50 യന്ത്രമാതൃക, ചലിക്കുന്ന പാവകളെ നിർമ്മിക്കലാണ് യന്ത്രമാതൃക. 51 ധാരണമാതൃക, കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാനുള്ള കഴിവാണ് ധാരണമാതൃക. 52 സപാഠ്യം, കൂട്ടം ചേർന്ന് ശ്ലോകം ചൊല്ലുന്നതിനുള്ള സാമർഥ്യമാണ്. 53 മാനസകാവ്യ വിദ്യ, കാവ്യരചനയ്ക്കുള്ള കഴിവാണ്. 54 അഭിധാനകോശം, അമരകോശം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പഠിക്കലാണ്. 55 ഛന്ദോജ്ഞാനം, വൃത്തശാസ്ത്രം മനസ്സിലാക്കൽ. 56 ക്രിയാകൽപ്പം, വ്യാകരണം പഠിക്കുക. 57 ചലിതയോഗം, വേഷപ്രച്ഛന്നനായി മറ്റുള്ളവരെ കബളിപ്പിക്കുക.
58 വസ്ത്രഗോപനം. വസ്ത്രങ്ങൾ ആകർഷകമായ മട്ടിൽ ധരിക്കലാണ്. അപ്പോൾ നല്ല വസ്ത്രങ്ങൾ നിർമ്മിക്കൽ മാത്രമല്ല, നന്നായി വസ്ത്രം ധരിക്കുന്നവരും ദേവിക്ക് പ്രിയരാണ്. 59 ദ്യുതവിശേഷണം. ചൂതുകളി പഠിക്കുക. 60 ബാലക്രീഡനം. ശിശുക്കളെ വിനോദിപ്പിക്കാനുള്ള പാഠവും. കുട്ടികളെയും ദേവിക്ക് ഇഷ്ടമാണ്. ആ കുട്ടികളെ നന്നായി നോക്കാനുള്ള കഴിവും ദേവിക്ക് പ്രിയം തന്നെ. 61 ആകർഷക ക്രീഡ. പാശകം എന്നു പേരായ പ്രത്യേകതരം ചൂതുകളിയിലുള്ള നൈപുണ്യം. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. 62 വൈനയിക വിദ്യ. മൃഗങ്ങളെ ഇണക്കിയെടുക്കുന്നതിനുള്ള കഴിവ്. നല്ല കാര്യം. 63 വൈജയവിദ്യ. വിജയം കരസ്ഥമാക്കുന്നതിന് സഹായിക്കുന്ന മന്ത്രവിദ്യകൾ. 64 വ്യായാമിക വിദ്യ. വ്യായാമത്തിന് സഹായിക്കുന്നതായിട്ടുള്ള വിദ്യകൾ. ഇതാണ് 64 കാമകലകൾ. ഈ 64 കാമകലകളിലും നിപുണയാണ് ശ്രീലളിതാ ത്രിപുരസുന്ദരി. ഈ കലകളിൽ ഏതെങ്കിലുമൊക്കെ കല എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരിക്കും. ഇത് കണ്ടെത്തുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ദേവി പ്രീതിപ്പെടും എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാമകലകളുടെയൊക്കെ സ്വരൂപിണിയാകുന്നു ദേവി ലളിതാംബിക. അതിനാൽ ദേവിയെ കാമകലാരൂപ എന്ന് വിളിക്കുന്നു.